പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹത്തായ ശക്തി കേന്ദ്രമായി മുന്നേറുന്നു. ചൈനീസ് മാധ്യമങ്ങളുടെ സ്ഥിരീകരണം. ശ്രദ്ധേയമായ ഒരു അംഗീകാരത്തിൽ ചൈനയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ മാർഗനിർദ്ദേശത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെയും നയതന്ത്ര നേട്ടങ്ങളെയും പ്രശംസിച്ചു. ഭാരത് ആഖ്യാനം എന്ന തലക്കെട്ടിലുള്ള ഒരു ലേഖനത്തിൽ ഷാങ്ഹായിലെ ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ ഷാങ് ജിയാഡോങ് ഇന്ത്യയുടെ ഗണ്യമായ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുന്നു. ഇത് ഒരു വലിയ ശക്തി തന്ത്രത്തിലേക്കുള്ള തന്ത്രപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ജിയാഡോങ്ങിന്റെ ലേഖനം ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയെയും നഗരഭരണത്തിലെ പുരോഗതിയും അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള സമീപനത്തിലെ ശ്രദ്ധേയമായ മാറ്റത്തെയും അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് ചൈനയുമായുള്ള വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഇപ്പോൾ വ്യാപാര വിടവ് കുറയ്ക്കുന്നതിനുള്ള ചൈനയുടെ നടപടികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നുവെന്ന് ഈ ഭാഗം ചൂണ്ടിക്കാട്ടി. ഭാരത് ആഖ്യാനം വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യയുടെ സജീവമായ ശ്രമങ്ങളെ ലേഖനം പ്രശംസിക്കുകയും രാജ്യത്തിന്റെ തന്ത്രപരമായ ആത്മവിശ്വാസത്തിന് ഊന്നൽ നൽകുകയും ചെയ്തു. ജിയാഡോങ് പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ വികസനം തന്ത്രപരമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ ആഖ്യാനം സൃഷ്ടിക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും വിജയിച്ചു. രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചലനാത്മകതയുടെ അടിസ്ഥാനത്തിൽ പാശ്ചാത്യരുമായുള്ള ജനാധിപത്യ സമവായത്തിന് ഊന്നൽ നൽകുന്നതിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ സവിശേഷത അടിവരയിടുന്നതിലേക്കുള്ള ഇന്ത്യയുടെ പരിണാമത്തെ ജിയാഡോങ് എടുത്തുകാണിച്ചു. ചരിത്രപരമായ കൊളോണിയൽ നിഴലിൽ നിന്ന് മോചനം നേടാനും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ആഗോള സ്വാധീനം ചെലുത്താനുമുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെയാണ് ഈ മാറ്റം പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി മോദിയുടെ കീഴിലുള്ള ഇന്ത്യയുടെ വിദേശനയ തന്ത്രത്തെ ലേഖനം കൂടുതൽ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ബഹുമുഖ സമീപനത്തെ അംഗീകരിക്കുകയും US, ജപ്പാൻ, റഷ്യ തുടങ്ങിയ പ്രമുഖ ആഗോള ശക്തികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. റഷ്യ-യുക്രൈൻ സാഹചര്യം പോലുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യ ഒരു സൂക്ഷ്മമായ നിലപാട് പ്രകടമാക്കിയത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ വിദേശനയത്തിന്റെ പരിണാമം എടുത്തുകാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ രാജ്യം ഒരു വലിയ ശക്തി തന്ത്രത്തിലേക്ക് നീങ്ങി. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായും പ്രാദേശിക സംഘടനകളുമായും ഒരു ബഹുമുഖ സമീപനം കാഴ്ചവെച്ചു എന്ന് ലേഖനം പ്രസ്താവിച്ചു. പല രാജ്യങ്ങളും പരിഗണിക്കേണ്ട ഒരു പുതിയ ഭൗമരാഷ്ട്രീയ ഘടകമായി രൂപാന്തരപ്പെട്ട ശക്തവും കൂടുതൽ ദൃഢവുമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഉപസംഹരിച്ചത്. ഗ്ലോബൽ ടൈംസിന്റെ അപൂർവമായ അംഗീകാരം ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സ്വാധീനത്തിന്റെ വർദ്ധിച്ചുവരുന്ന അംഗീകാരത്തിനും അന്താരാഷ്ട്ര വേദിയിൽ അതിന്റെ ഉറച്ച നിലപാടിന്റെ പ്രത്യാഘാതങ്ങൾക്കും അടിവരയിടുന്നു.